Meet the editors. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിനെ ചൊല്ലി ഇന്ത്യ സഖ്യത്തിൽ ഭിന്നാഭിപ്രായം. ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് മമതാ ബാനർജി, നിതീഷ് കുമാർ, ലാലു പ്രസാദ് യാദവ് എന്നിവരുടെ തീരുമാനം. സമാജ്വാദി പാർട്ടി, ശിവസേന എന്നിവർ പങ്കെടുക്കും. കോൺഗ്രസ് പങ്കെടുക്കുമോ എന്നതിൽ കൃത്യസമയത്ത് ഉത്തരം കിട്ടുമെന്ന് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പ്രചാരണായുധമാക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഭിന്നാഭിപ്രായം തുടരുകയാണ്. മുന്നണിയിലെ ഒരു വിഭാഗം ചടങ്ങ് ബഹിഷ്കരിക്കുമ്പോൾ ഒരു വിഭാഗം ചടങ്ങിൽ പങ്കെടുക്കുമെന്ന നിലപാടിലാണ്. മമതാ ബാനർജിയുടെ ടി.എം.സി, നിതീഷ് കുമാറിന്റെ ജെ.ഡി.യു, ലാലു പ്രസാദ് യാദവിന്റെ ആർ.ജെ.ഡി. പാർട്ടികൾ പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കും. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സമാജ്വാദി പാർട്ടി എം.പി. ഡിംപിൾ യാദവ് വ്യക്തമാക്കി. ശിവസേനയും ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇതുവരെ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ദേശീയ വിഷയമാകുന്നതിൽ ആശങ്കയുണ്ടെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാം പിട്രോഡ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങവേ രാജ്യം തെറ്റായ പാതയിലാണെന്ന് സാം പിട്രോഡ കൂട്ടിച്ചേർത്തു. പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് CPI നേരത്തെ വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ടർ, ദില്ലി. മീഡിയ എഡിറ്റേഴ്സിലെ ചോദ്യം ഇതാണ്: കോൺഗ്രസ് പങ്കെടുക്കാമോ? ബാലകൃഷ്ണൻ, ചരിത്രപരമായ വിഡ്ഢിത്തം എന്നൊക്കെ രീതിയിൽ പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. 1949 മുതൽ കോൺഗ്രസ് ഈ ട്രാപ്പിൽപ്പെട്ടിരിക്കുകയാണ്. 49, 86, 92, ഇതാ 2024 ജനുവരി 22. വീണ്ടും ഈ 3 തുടർച്ചകളുടെ 4ാമത്തെ വിഡ്ഢിത്തത്തിലേക്ക്, തുടർച്ചയിലേക്ക് പോകുമോ, പങ്കെടുക്കാമോ എന്നതാണ് ചോദ്യം. ആദ്യം തന്നെ ആ കാര്യത്തിലുള്ള ചോദ്യത്തിലുള്ള മറുപടി പറയാം. പങ്കെടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, ഇതൊരു താങ്കൾ സൂചിപ്പിച്ച വാക്ക് തന്നെ ഞാൻ കടം കൊള്ളുന്നു. അതൊരു ട്രാപ്പാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇതൊരു ട്രസ്റ്റാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. എങ്കിൽ കൂടിയും ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്, അല്ലേ? പ്രധാനമന്ത്രി ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്നൊരു പരിപാടിയിൽ സ്വാഭാവികമായും ആ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ആരൊക്കെ പങ്കെടുക്കും എന്ന് മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട്. അപ്പം സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഒരു താല്പര്യം കൂടി അതിൽ വരും. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെ ക്ഷണിക്കുന്നു. വലിയ പ്രതിപക്ഷ മര്യാദയാണല്ലോ യഥാർത്ഥത്തിൽ BJP നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വെച്ച് പുറത്തിക്കൊണ്ടിരിക്കുന്നത്. ആര് ചോദ്യം ചോദിച്ചാലും അവരെയൊക്കെ പുറത്താക്കുന്നൊരു സാഹചര്യമാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ മര്യാദയുടെ ഭാഗമായി സോണിയാഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ മറ്റ് നേതാക്കളെയും ക്ഷണിക്കുന്നു എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. അത്തരം ഒരു പ്രതിപക്ഷ മര്യാദ BJP പാർലമെൻ്ററി ജനാധിപത്യത്തിൽ കാണിക്കുന്നില്ല. അവരത് പുറത്ത് കാണിക്കുമെന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ പിന്നെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അവരെ വിളിക്കുക. അങ്ങനെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു പ്രതിസന്ധിയിൽ പെടും. ആ പ്രതിസന്ധി ആണിപ്പോൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. അതാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ള ആശയക്കുഴപ്പം. ഇതിവിടെ ആശയക്കുഴപ്പത്തിൻ്റെ ഒരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നേരത്തെ ഇപ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെ പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസ് ചാടിക്കയറി അക്കാര്യത്തിലൊരു അഭിപ്രായം പറയരുതെന്നും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളിലേക്ക് പോകരുതെന്നും നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉടനെ ഒന്നും നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഒരു നല്ല വിഭാഗം ആളുകളെ കോൺഗ്രസിൽ നിന്ന് അകറ്റാൻ പോലും അത്തരം സമരങ്ങൾ ഘടകമായേക്കും എന്ന് ഞാൻ ആശങ്കപ്പെട്ടിരുന്നു. രണ്ടാമത് ഈ ഉദയനിധി സ്റ്റാലിൻ ഉണ്ടാക്കിയ സനാതനധർമ്മ വിവാദം, ആ വിവാദവും കോൺഗ്രസ് ഏറ്റെടുക്കരുതെന്നൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. അതുമൊക്കെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വലിയ രീതിയിൽ സ്വാധീനിക്കും എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ജനാധിപത്യം എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല. ജനാധിപത്യം ഒരു വിശാലമായ ഭൂമികയാണ്. അവിടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ, ചരിത്ര സന്ദർഭങ്ങളിൽ വളരെ ശക്തമായ നിലപാട്, അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളും ടാക്ടിക്സും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുക്കേണ്ടി വരും. അത്തരമൊരു ചരിത്ര സന്ദർഭമാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ രാമക്ഷേത്രം പണിയുന്നത് വളരെ സ്വാഭാവികമായൊരു പ്രദേശത്ത് പിന്നെ അവിടുത്തെ ഭക്തരെല്ലാം കൂടി ചേർന്ന് നിർമ്മിച്ച ഒരു സ്ഥലമല്ല ഈ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാമക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ അതിനു മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി തകർക്കപ്പെട്ടിരുന്നു. ആ പള്ളി തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ മതേതരത്വമാണ് തകർക്കപ്പെട്ടത്. അതിൻ്റെ മുകളിലാണ് ഈ രാമക്ഷേത്രം പണിയുന്നത്. സ്വാഭാവികമായും ഇന്ത്യയുടെ മതേതരത്വത്തിലും ഇൻക്ലൂസീവായ ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും വക്താക്കളോ പ്രവർത്തകരോ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൂടാ. ഇപ്പോൾ രാജസ്ഥാനിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിൽ തന്നെയോ ഏതെങ്കിലും ഒരു വലിയ മൈതാനം കണ്ടെത്തി അവിടെ ഈ പറയുന്ന രാമഭക്തരെല്ലാം ഒരു രാമക്ഷേത്രം പണിയുന്നു എന്ന് വിചാരിക്കുക. ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ആർക്കും പങ്കെടുക്കാം, ഒരു തടസ്സവുമില്ല. ഇവിടെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന
ഒരു പള്ളി തകർത്ത് അതിൻ്റെ മുകളിൽ പണിയുന്നൊരു രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രം സാധ്യമായൊരു കാര്യമാണ്. കോൺഗ്രസ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്ങനെ ഒരു പാർട്ടിയല്ല. അതുകൊണ്ട് കോൺഗ്രസ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് മാത്രവുമല്ല, ഇത്രയും സമയം പോലും ഒരു തീരുമാനമെടുക്കാൻ എടുക്കരുതായിരുന്നു കോൺഗ്രസ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഉചിതമായൊരു നിലപാടെടുത്ത ഉത്തമമായ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുകയും അവർ ചെയ്യേണ്ടിയിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. സ്മൃതി, കോൺഗ്രസ് പങ്കെടുക്കാമോ എന്ന് ചോദിച്ചാൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ കോൺഗ്രസ് പങ്കെടുക്കാനാണ് സാധ്യത കൂടുതൽ. ഏതെങ്കിലും ഒരു പ്രതിനിധി അയക്കാനാണ് സാധ്യത. ക്ഷണം ലഭിച്ചു. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാട്, അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസിന് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് അവരുടെ ഒരു ബുദ്ധിമുട്ടായി തന്നെ കാണുകയാണ്. ഇതിപ്പോൾ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി ആയാലും പിന്നീട് അങ്ങോട്ട് രാജീവ് ഗാന്ധി ആയാലും ഒക്കെ എടുത്ത നിലപാടുകൾ ഹിന്ദുത്വയ്ക്ക് പകരം മൃദു ഹിന്ദുത്വ എടുത്താലേ വിജയിക്കാനാവൂ എന്നൊരു തോന്നലാണ് അവർക്കുണ്ടായിട്ടുള്ളത്. നരസിംഹറാവു ആണല്ലോ ബാബറി മസ്ജിദ് സമയത്ത് ആ ഒരു പ്രധാനമന്ത്രിയായിരുന്നു എന്ന് മാത്രമല്ല, ഈ കാര്യത്തിലേക്ക് വഴി തെളിച്ചത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നല്ലോ. പിന്നീട് ആ ബാബറി മസ്ജിദ് പൊളിച്ചത് തന്റെ കാലഘട്ടത്തിൽ പൊളിച്ചതിന് കോൺഗ്രസ് നേതൃത്വം തന്നെ അതിൽ ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്താണ്, രാമജന്മഭൂമി രാജീവ് ഗാന്ധിയുടെ അഭിലാഷമായിരുന്നു എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. കമൽനാഥാണ് ഞാനും അവിടേക്ക് ക്ഷേത്ര നിർമ്മാണത്തിന് ഇഷ്ടികകൾ സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞത്. ഇങ്ങനെ പറയുന്ന ഒരു പാർട്ടിക്ക് ഈ മൃദു ഹിന്ദുത്വ നിലപാടെടുത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടായതായി നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലടക്കം എന്ത് തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൽ കമൽനാഥിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ രാഹുൽ ഗാന്ധിയിൽ നിന്നും വന്നിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു ഒറ്റപ്പെട്ട ശബ്ദമാണോ? സോണിയാഗാന്ധിക്ക് എന്തുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പറയാൻ പറ്റുകയില്ല. അവിടെ വരാൻ പോകുന്ന പ്രതിഷ്ഠ എന്നുള്ളത് ഹിന്ദുത്വയുടെ പ്രതിഷ്ഠയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കോൺഗ്രസിന് ഭയമാണ്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് അത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എം പിമാരുള്ള കേരളത്തിലെ കോൺഗ്രസിനെയാണ് വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. ഇന്നിപ്പോൾ ശശി തരൂരിന്റെ പ്രതികരണം നമ്മൾ കണ്ടു, KC വേണുഗോപാലിന്റെ പ്രതികരണം കണ്ടു. എങ്ങും തൊടാതെ ശശി തരൂർ പറഞ്ഞത് വ്യക്തിപരമായുള്ള ക്ഷണമാണ്, ഓരോരുത്തരും ക്ഷണിക്കുന്നവർക്ക് തീരുമാനിക്കാമെന്നാണ്. അത് ഏത് രൂപത്തിലാണ് എടുക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മറിച്ചൊരു കാര്യം പറയാനുള്ള ധൈര്യമില്ലായ്മയുണ്ട്. അതേസമയം കേരളത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. കാരണം എപ്പോഴും കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുള്ള ന്യൂനപക്ഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കുന്ന CPM-നെ പിന്തുണയ്ക്കുമോ എന്നുള്ള സംശയം കൂടി ഉയരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സമസ്തയുടെ മുഖപത്രത്തിൽ വന്ന ലേഖനമടക്കം എത്രത്തോളം CPM-നെ പുകഴ്ത്തുന്ന ഈ വിഷയത്തിൽ അതെ കാൽ വയ്ക്കും, പള്ളി പൊളിച്ചെടുത്ത് കാൽ വയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് സമസ്തയുടെ മാത്രം ചോദ്യമല്ല, ഒരു മതേതര മനസ്സിന്റെ ചോദ്യമാണ്. അത് ഇന്ത്യയിൽ മതേതര മനസ്സുള്ള ആരും ചോദിക്കുന്ന ചോദ്യമാണ്. അതിൽ കൃത്യമായ മറുപടി പറയാൻ കോൺഗ്രസിന് ഇപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ഈ നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ പാർലമെന്റിൽ പ്രതിപക്ഷം വേണ്ട എന്നൊരു തീരുമാനമെടുക്കുമ്പോൾ ജനാധിപത്യം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു എന്നുള്ള സാഹചര്യം നിൽക്കുമ്പോൾ ഇപ്പോഴെങ്കിലും ഒരു നിലപാടെടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? പ്രസക്തമായ ചോദ്യമാണ്. ഒരുപക്ഷേ ഈ ചോദ്യം നമ്മൾ നെഹ്റുവിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ നെഹ്റു ജീവിച്ചിരുന്നെങ്കിൽ നെഹ്റു എന്ത് മറുപടി പറയുമായിരുന്നു എന്ന് നമുക്കൊന്ന് വേണമെങ്കിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. 1981 നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സോമനാഥ് ക്ഷേത്രത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി രാജേന്ദ്ര പ്രസാദ് തീരുമാനിക്കുമ്പോൾ അന്ന് നെഹ്റു എഴുതുന്നൊരു കത്തുണ്ട്. ആ കത്തിൽ വളരെ ചുരുങ്ങിയ 2 വാചകങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. അതിങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: ഈ സ്പെക്ടാക്കുലർ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് താങ്കൾ പങ്കെടുക്കാൻ പോകുന്നതിൽ എൻ്റെ വിയോജിപ്പ് ഞാൻ അറിയിക്കുന്നു. ആ ക്ഷേത്രത്തിൽ ആരാധന നടത്താൻ ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് ഏതു സമയത്തും അവകാശമുണ്ടെന്നിരിക്കെ ഈ ഉദ്ഘാടന ചടങ്ങിൽ താങ്കൾ പങ്കെടുക്കുന്നത് മറ്റു പല ഇംപ്ലിക്കേഷൻസും ഉണ്ടാക്കും. അങ്ങനെയാണ് ആ വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പല ഇംപ്ലിക്കേഷൻസും ഉണ്ടാക്കും എന്നതാണ്. ഇതിനെ കൂടുതലായിട്ടോ കുറച്ചോ ഒന്നും നെഹ്റു പറയുന്നില്ല. പക്ഷേ പിന്നീട് അതിന് രാജേന്ദ്ര പ്രസാദ് ന്യായീകരിക്കുന്നത് ഇത് സ്വകാര്യ വ്യക്തികൾ നൽകിയ പണം കൊണ്ട് കെട്ടിപ്പടുത്തിരിക്കുന്ന ക്ഷേത്രമാണെന്നും അവിടെ എന്നെപ്പോലെ ഒരാൾ ഉദ്ഘാടന ചടങ്ങിന് പോകുന്നത് കൊണ്ട് തെറ്റില്ല എന്നുമാണ് രാജേന്ദ്ര പ്രസാദ് പറയുന്നത്. വീണ്ടും നെഹ്റു കത്തെഴുതുന്നുണ്ട്. നെഹ്റു അപ്പോൾ കത്തെഴുതുമ്പോൾ പറയുന്നത് ഞാൻ ഈ വിഷയത്തിൽ കൂടുതൽ തർക്കിക്കാനോ അങ്ങയെ സമ്മർദ്ദത്തിലാക്കാനോ ഇല്ല എന്ന് പറഞ്ഞ് നെഹ്റു പിൻവാങ്ങുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നെഹ്റുവാണെങ്കിലും ഇതേ മറുപടിയായിരിക്കും കൊടുക്കുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിവേഗ മറുപടി നൽകിയിരിക്കും എന്നുള്ളതാണ്. കാരണം ഓരോ ദിവസം വൈകും തോറും ഇനിയൊരു മതേതര ഭാരതത്തിന്റെ പ്രതീക്ഷയായ കോൺഗ്രസ് വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ അതേ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ 49 അല്ല മാറി ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുക എന്നുള്ളത് തന്നെ ഒരു വലിയ അപരാധമായി ഞാൻ കണക്കാക്കുന്നു. അതിൽ ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോയിന്റിനോട് പൂർണ്ണമായും യോജിക്കുന്നു. 3 കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കരുതെന്നാണ് എൻ്റെ പക്ഷം. ഒന്ന്, ഇതൊരു ആത്മീയമോ മതപരമോ ആയ ചടങ്ങല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
എന്തുകൊണ്ടെന്നാൽ ഇത് ഞാൻ പറയുന്നതല്ല, ഇത് രാം ട്രസ്റ്റിൻ്റെ ക്ഷേത്രത്തിൻ്റെ ചെയർമാൻ തന്നെ, രാം മന്ദിർ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായ ചമ്പത് റായ് പറയുന്നുണ്ട്. ഈ ജനുവരി 22 അദ്ദേഹം ബന്ധിപ്പിക്കുന്നത്, തുലനപ്പെടുത്തുന്നത് ഓഗസ്റ്റ് 17 എന്നിട്ട് അദ്ദേഹം ഒരു ദിവസം കൂടി പറയുന്നുണ്ട്, അത് 1971 പാകിസ്ഥാൻ ഭടന്മാർ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കിയ ദിവസവുമായിട്ടാണ്, കാർഗിൽ വിജയ ദിവസവുമായിട്ടാണ്. കാർഗിൽ വിജയ ദിവസമായും 1971 ഇന്ത്യ പാക് യുദ്ധദിനമായിട്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ടും ജനുവരി 22 താരതമ്യപ്പെടുത്തുന്നത് രാം മന്ദിർ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള പ്രോജക്റ്റാണ്, ഇതൊരു ആത്മീയമോ സ്പിരിച്വലോ ആയ പരിപാടിയല്ല. രണ്ടാമത് എൽ കെ അദ്വാനി തന്നെ 2004 ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 1989 മുതൽ BJPയുടെ അഭൂതപൂർവമായ വളർച്ച രാം ജന്മഭൂമി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി എൽ കെ അദ്വാനി നൽകുന്നുണ്ട്. അപ്പോൾ രാം ജന്മഭൂമി മൂവ്മെൻറ്റ് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റാണ്, അതൊരു സ്പിരിച്വലോ അതൊരു മതപരമോ ആയിട്ടുള്ള ഒരു ചടങ്ങല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് അങ്ങനെയൊരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു പക്ഷം. രണ്ടാമത്തെ പക്ഷം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, ഇതൊരു ചരിത്രപരമായ ഒരു വിഡ്ഢിത്തമായി മാറാൻ പോവുകയാണ്. തുടർച്ചയായി ഞാൻ നേരത്തെ ആ കാലഘട്ടം സൂചിപ്പിച്ചതുപോലെ 1949 നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചതുപോലെ 49 അന്ന് ഗോവിന്ദ് വല്ലഭ് പന്തിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് നെഹ്റു. അന്ന് 2 വിഗ്രഹങ്ങളാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. 1949 ഡിസംബർ മാസം 22 അർദ്ധരാത്രിയിൽ. 23 തന്നെ ഈ വിഷയം അറിയുന്ന നെഹ്റു ഗോവിന്ദ് പന്തിനോട് പറയുന്നുണ്ട്, അതിൽ അതിവേഗം ഇടപെടണം. അന്ന് ഫൈസാബാദ് ജില്ലാ ഭരണാധികാരിയായിരുന്ന ഒരു KK നായർ എന്ന് പറയുന്ന ഒരു ICS ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനോട് നോട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ആ ICS ഉദ്യോഗസ്ഥനോ ഗോവിന്ദ് വല്ലഭ് പന്തോ അനുസരിക്കുന്നില്ല. അന്ന് ആ രാംലല്ല വിഗ്രഹം അവിടെ നിന്ന് എടുത്തു മാറ്റിയിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമാണ്. ഗോവിന്ദ് വല്ലഭ് പന്ത് അതിൽ നിഷ്ക്രിയമായിരിക്കുകയും ആ രാംലല്ലയുടെ വിഗ്രഹം ആ ക്ഷേത്രത്തിൽ തുടരാൻ ഇടയാവുകയും ചെയ്തത്. പകരം എന്താണ് ചെയ്തത്? അത് ക്ലോസ് ചെയ്തിട്ടു. മാത്രമല്ല വർഷത്തിലൊരിക്കൽ ഭക്തജനങ്ങൾക്ക് അവിടെ പോയി ഒരു പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാമെന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. 1986 രണ്ടാമത് വീണ്ടും അബദ്ധമുണ്ടാവുന്നു. രണ്ടാമത് തവണ ഈ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ബില്ല് പാസ്സാക്കുന്ന പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയാണ്, ഹിന്ദു ഭക്തജനങ്ങൾ ഞങ്ങൾക്കൊരു ബെനിഫിറ്റ് കൂടി തരണം, ഒരു ബെനിഫിറ്റ് നിങ്ങൾ അവിടെ കൊടുത്താൽ ഒരു ബെനിഫിറ്റ് ഇവിടെ കൂടെ തരണം. അങ്ങനെ രാം ക്ഷേത്രം തുറന്നു കൊടുക്കുകയാണ്. നേരിട്ടൊരു ബന്ധവുമില്ല ഈ മുത്തലാഖ് വിഷയവും രാം ജന്മഭൂമിയും തമ്മിൽ. രാജീവ് ഗാന്ധിയാണ് അതിനെ കോറിലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത്. മൂന്നാമത്തതാണ് നേരത്തെ സ്മൃതി പറഞ്ഞ 1992 ഈ ഡിസംബർ മാസം 6 ബാബറി മസ്ജിദ് തകർക്കുന്ന മൂന്നാമത്തത്. നാലാമത്തെ ചരിത്രപരമായ മണ്ഡലത്തിനായിരിക്കും ജനുവരി 22 അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിലൂടെ സാക്ഷ്യമാവുക. അതുകൊണ്ട് തന്നെ ഈ 2 കാരണങ്ങളാൽ, ചുരുങ്ങിയത് ഈ 2 കാരണങ്ങളാൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, അതൊരു രാഷ്ട്രീയമായ പ്രോജക്റ്റ് ആണ്. 2, അതൊരു ചരിത്രപരമായ വിഡ്ഢിത്തമായി തീരും ചരിത്രപരമായ കാരണങ്ങളാൽ. ഇത് രണ്ടുമാണ് പ്രാഥമികമായി എൻ്റെ വീക്ഷണം. ഇവിടെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേറൊരു പോയിന്റിലേക്ക് കടക്കാം. ഏതായാലും ഈ ഒരു കാര്യത്തിനകത്ത് വളരെ വ്യക്തതയുണ്ട്. 3 ഇൻസ്റ്റിറ്റ്യൂഷൻ ഇക്കാര്യത്തിൽ വലിയ നിലയിൽ കുറ്റകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതി ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ എഗ്രീജിയസ് ക്രൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വലിയ കുറ്റകൃത്യം എന്ന നിലയിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമുക്കിവിടെ BJP ബാബറി മസ്ജിദ് തകർക്കാൻ കാരണമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 1949, 1986, 1992 ഇതിലൊക്കെ തന്നെയും കുറ്റത്തിനൊപ്പം ജീവിക്കാൻ താല്പര്യപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. 3, സുപ്രീം കോടതി കുറ്റകരമായ വിധി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്രയും നമ്മൾ സാധാരണഗതിയിലൊരു സുപ്രീം കോടതി വിധിയൊക്കെ തന്നെയും ആരാണ് എഴുതിയത് എന്ന് നമുക്ക് ആ വിധിന്യായത്തിൽ കണ്ടെത്താൻ സാധിക്കും. അയോധ്യ കേസിൽ ആരാണ് ആ വിധിന്യായം എഴുതിയത് എന്ന് പോലും രേഖപ്പെടുത്താൻ ആ ജഡ്ജിക്ക് ധൈര്യമുണ്ടായില്ല എന്നാണ് ചിലർ നിരീക്ഷിക്കുന്നത്. ആയിക്കോട്ടെ, നിരീക്ഷണം മാത്രമാണ്. അതിന് അടിയിൽ എഴുതി ഒപ്പിടാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 രാഷ്ട്രീയ പാർട്ടിയും സുപ്രീം കോടതി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഇക്കാര്യത്തിൽ കുറ്റകരമായ ഒരു റോൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പങ്കെടുക്കാമോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ പങ്കെടുക്കേണ്ടി വരും. 1949 ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ്. 1986 സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും കോൺഗ്രസിൻ്റേതാണ് എന്നുള്ളതാണ്. 1992 കേന്ദ്ര സർക്കാർ കോൺഗ്രസിൻ്റേതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ 2024 ജനുവരി 22 എത്തുമ്പോൾ കോൺഗ്രസ് ഈ സംസ്ഥാനത്ത് നാമാവശേഷമാണ്.
കേന്ദ്രത്തിലും ഏതാണ്ട് ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ്സിന് മറ്റൊരു നിലപാടെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നോക്കൂ, ഇവിടെ എന്താ ബി ജെ പിയുടെ കുറ്റം? നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ എൽ കെ അദ്വാനി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. രാമജന്മഭൂമി പ്രക്ഷോഭം എന്ന് പറയുന്നത് ആധ്യാത്മികമോ അല്ലെങ്കിൽ മതപരമായോ ഒരു വിഷയമേ അല്ല, അതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായിരുന്നു. അതുകൊണ്ടാണ് ഈ രാമജന്മഭൂമി ക്യാമ്പയിൻ ശക്തമാക്കിയിട്ടുള്ള വർഷങ്ങളിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഭൂതപൂർവമായ വിജയമുണ്ടായിട്ടുള്ളത്. വലിയ കുതിച്ചുകയറ്റം, നമുക്ക് ചരിത്രത്തിൽ അത്തരത്തിലൊരു കുതിച്ചുകയറ്റം സമാനതകളില്ലാത്തതാണ്. ബി ജെ പി ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയാവുന്ന ശക്തിയായി മാറി എന്നുള്ളതാണ്. എൽ കെ അദ്വാനി ആയിരുന്നല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന് പറയുന്നത്. ഒരു ബി ജെ പി നേതാവിനെ നമുക്ക് അതുമായി താതാത്മ്യം പ്രാപിക്കാൻ പോലും കഴിയുന്നില്ല. എൽ കെ അദ്വാനി ആയിരുന്നു. അപ്പോൾ എൽ കെ അദ്വാനി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണെന്ന്. അപ്പോൾ നോക്കൂ, 1980കളുടെ അവസാനത്തോടെ 90കളുടെ തുടക്കത്തോടെ ഈ രഥയാത്ര രാജ്യത്ത് സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ ചോരപ്പുഴ ഒഴുകിയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. ഒരുപക്ഷെ ഇന്ത്യ വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ ഒഴുകിയ ചോര ഈ പറയുന്ന രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടത്തിൽ എത്ര ചോര ഒഴുകിയെന്ന്, എത്ര പേർ മരിച്ചു എന്ന് കണക്കില്ലാത്ത ഒരു വർഗീയ കലാപമുണ്ടെങ്കിൽ അത് ഈ രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്വാനിയുടെ രഥയാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സ്മൃതി വളരെ കൃത്യമായൊരു വാക്കിലൂടെ അത് സൂചിപ്പിക്കേണ്ടായി. ഹിന്ദുത്വ പ്രതിഷ്ഠയാണ്. ഒരു ഹിന്ദു ദേവന്മാരെ പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത്, ഹിന്ദുത്വ പ്രതിഷ്ഠയാണ്. നോക്കൂ, ഇതിന് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വളം വെച്ച് കൊടുക്കുകയാണ് എങ്കിൽ ഇതുമായി ജനങ്ങൾ, ഹിന്ദു വിശ്വാസികൾ താതാത്മ്യം പ്രാപിക്കുകയാണ് എങ്കിൽ വരാൻ പോകുന്ന ഒരു രാജ്യം എങ്ങനെയായിരിക്കുമെന്നത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ നിഗമനത്തിൽ ഇപ്പോഴെത്താം. ഹൈന്ദവ രാഷ്ട്രത്തിന്റെ സ്ഥാപനമാണ്. അതെ, അതാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രതിഷ്ഠയ്ക്കാണ് നിങ്ങൾ പോയി ഈ മംഗളം ചൊരിയാൻ പോകുന്നുണ്ടെങ്കിൽ നോക്കൂ, എങ്ങനെയാണ് ഒരു അക്രമത്തിലൂടെ, ഒരു വഞ്ചനയിലൂടെ സ്വന്തമാക്കിയ ഭൂമി നിങ്ങൾക്കൊരു പവിത്ര ഭൂമിയാക്കി എടുക്കാൻ കഴിയുക? ശ്രീരാമൻ്റെ ഭൂമിയാക്കി എങ്ങനെയാണ് എടുക്കാൻ കഴിയുക? സുപ്രീം കോടതി വിധിയിൽ വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതി 5 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 5 കാര്യങ്ങളിൽ ഒരിടത്തും അത് ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ ഭൂമിയാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. തിരിച്ചു കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 500 വർഷം മുസ്ലിങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു. 500 വർഷമായി ബാബറി മസ്ജിദ് അവിടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും അമ്പലം പൊളിച്ചാണ് പള്ളി പണിതത് എന്നതിന് തെളിവില്ല. 1949 വരെ മുസ്ലിങ്ങൾ ഈ പള്ളിയിൽ ആരാധന നടത്തിയിട്ടുണ്ട്. ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തി അതൊരു കുറ്റകൃത്യമായി സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഡിസംബർ 6, 1992 പള്ളി തകർത്തത് എഗ്രീജിയസ് ക്രൈം ആണെന്നതിൽ കോടതിക്ക് ഒരു സംശയവുമില്ല. ഇങ്ങനെ ഒരു വിധിയുടെ ലോജിക്കൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു പള്ളി സർക്കാർ ചെലവിൽ പണിത് കൊടുക്കുക എന്നല്ലേ സാധാരണഗതിയിൽ സുപ്രീം കോടതി പറയേണ്ടത്. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സർക്കാർ ചെലവിൽ അവിടെ ഒരു രാമക്ഷേത്രം പണിത് കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ സുപ്രീം കോടതിയാണ് ഈ പറയുന്നത്. എഗ്രീജിയസ് ക്രൈം എന്ന് പറഞ്ഞ ആ സുപ്രീം കോടതിയാണ് പറയുന്നത് അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കുക. അപ്പോൾ അക്കാര്യത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ബി ജെ പി നടത്തിയിട്ടുള്ള ക്രൈം, ബി ജെ പി നടത്തിയിട്ടുള്ള അക്രമം, ബി ജെ പി നടത്തിയിട്ടുള്ള കൊള്ളുവെപ്പ്, ബി ജെ പി നടത്തിയിട്ടുള്ള വർഗീയ കലാപം, ബി ജെ പി ഒഴുക്കിയ ചോരപ്പുഴ, അതിന് കൂട്ടുനിന്ന, ആ അക്രമത്തിന് കൂട്ടുനിന്ന കോൺഗ്രസ്, അതേപോലെ തന്നെ സുപ്രീം കോടതിയും ഈ അക്രമത്തിന് കൂട്ടുനിന്നു എന്ന് വിലയിരുത്തുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചോദ്യം ഇതാണ്, കോൺഗ്രസ് പങ്കെടുക്കാമോ എന്നുള്ളതാണ്. കോൺഗ്രസ് പങ്കെടുക്കേണ്ടി വരും. കാരണം ഈ ചരിത്രപരമായ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ ക്രൈമിന് കൂട്ടുനിൽക്കുക എന്നുള്ളതാണ്. ആ ക്രൈമിന് കൂട്ടുനിൽക്കാൻ തന്നെയായിരിക്കും കോൺഗ്രസ് തയ്യാറാവുക എന്നാണ് എനിക്ക് പ്രാഥമിക ഘട്ടമായി പറയുന്നത്. പിന്നെ അത് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നോക്കൂ, ഇപ്പം 1980 ഈ പറയുന്ന മണ്ഡൽ കമ്മീഷൻ 90 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു അജിറ്റേഷൻ ഇന്ത്യ ഉടനീളം നടന്നിരുന്നു. അന്ന് ആ സമരത്തിൽ പങ്കാളിയായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ സമരത്തെ എതിർത്ത വിഭാഗമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അന്ന് കോൺഗ്രസിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ബി ജെ പി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്തുകൂടി ബി ജെ പി മുന്നോക്ക ബ്രാഹ്മണ സവർണ വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന പിന്നാക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ അനുകൂലിച്ചാൽ തങ്ങളെ ട്രഡീഷണലായി പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന മുന്നാക്ക വിഭാഗങ്ങൾ, സവർണ വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു പോകും എന്നൊരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് എത്തുകയും
അങ്ങനെ രാജ്യത്ത് സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമായിരുന്ന ഒരു റിപ്പോർട്ടിൻ്റെ നടപ്പാക്കലിനെതിരെ സമരരംഗത്തിറങ്ങുകയും ചെയ്തു കോൺഗ്രസ്. എന്താണ് കോൺഗ്രസിന് സംഭവിച്ചത്? ഫലത്തിൽ BJPയുടെ പിന്നിലേക്ക് സവർണരും മുന്നോക്കക്കാരും അണിനിരക്കുകയും എന്നാൽ കോൺഗ്രസിനെ കാലാകാലങ്ങളായി പിന്തുണച്ചുകൊണ്ടിരുന്ന പിന്നാക്ക വിഭാഗങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് പോവുകയും ചെയ്തു. അതോടുകൂടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ തകർച്ച ആരംഭിക്കുന്നത്. ഈ ചരിത്ര വസ്തുത കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 4 സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു നിമിഷം പോലും BJPയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഈ പറയുന്ന രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ ഛത്തീസ്ഗഡിലോ അങ്ങനെ തെലങ്കാനയിലോ വന്നിട്ട് രാമക്ഷേത്രമെന്നോ ശ്രീരാമനെന്നോ അല്ലെങ്കിൽ ഹിന്ദുത്വ എന്നോ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. അവർക്കിനി അത് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതൊരു ഡിഫോൾട്ടായിട്ട് അവിടെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇനി BJP ഞങ്ങൾ ഹിന്ദുത്വയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും ഞങ്ങളുടെ രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയമാണ് എന്നും ഇന്ത്യയിൽ പറയാൻ പോകുന്നില്ല. അത് അവിടെ തെളിയിക്കപ്പെട്ടൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് അവർ പ്രവർത്തിച്ചു കൊണ്ടുവരിക്കുന്നു. ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ അവർ പ്രവർത്തിക്കുന്നു, യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ അവർ അതിന് ശ്രമിക്കുന്നു, അയോധ്യയിൽ അവർ അനുകൂലമായ വിധി നേടിയെടുത്തിരിക്കുന്നു, അവിടെ ഒരു രാമക്ഷേത്രം പണിഞ്ഞിരിക്കുന്നു, അതിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഇന്ത്യയുടെ മുമ്പിൽ അവരിനി ഹിന്ദുത്വ എന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല. അവരവരുടെ നെറ്റ്വർക്ക് കൂടുതൽ വികസിപ്പിക്കാനാണ് പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് ആ ഹിന്ദുത്വ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് എതിരായി ഒരു നിലപാടെടുത്താൽ തങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോകുമെന്നൊരാശങ്ക ഇനി കോൺഗ്രസ്സിന് വേണ്ട. കാരണം അത് കിട്ടാനേ പോകുന്നില്ല. അത് എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ നേരത്തെ സ്മൃതി പറഞ്ഞു അവിടെ ഹിന്ദുത്വ പ്രതിഷ്ഠയാണ് വെക്കാൻ പോകുന്നത്. ശരിയാണ്. ആ ഹിന്ദുത്വ പ്രതിഷ്ഠ അവിടെ നടക്കുമ്പോൾ നമ്മളതിൽ പങ്കെടുക്കാതിരുന്നാൽ ഈ മുന്നാക്ക വിഭാഗങ്ങൾ സവർണ്ണ വിഭാഗങ്ങൾ നമ്മൾക്കെതിരാകുമോ, അങ്ങനെ നമ്മളുടെ വോട്ട് അവിടെ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയിലേക്ക് ഇനി കോൺഗ്രസ് സഞ്ചരിക്കേണ്ട. കാരണം ആ വിഭാഗങ്ങളുടെ വോട്ട് കോൺഗ്രസ്സിനില്ല. അത് കോൺഗ്രസ് തിരിച്ചറിയുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അത് അതിലെ ഒരു പ്രക്രിയ മാത്രമാണ്. എന്നാൽ ജനാധിപത്യം വളരെ വിശാലമായൊരു ഭൂമികയാണ്. അവിടെ ചരിത്രപരമായ ചില നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. അത്തരം ചരിത്രപരമായ നിലപാടുകൾ എടുക്കുമ്പോഴാണ് നിങ്ങൾ അംഗീകരിക്കപ്പെടുക, നിങ്ങൾ തിരിച്ചറിയപ്പെടുക. അങ്ങനെ ഒരു ഘട്ടമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായൊരു നിലപാട് ഈ പറയുന്ന പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ ടാക്ടിക്സും ഈ പറയുന്ന വോട്ടർ പൊളിറ്റിക്സും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു ചരിത്ര സന്ദർഭമാണെന്നും ഇവിടെ ഒരു പള്ളി തകർത്ത് അതിൻ്റെ മുകളിലാണ് ഒരു ശ്രീരാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും ആ വിധി അങ്ങേയറ്റം പ്രതിലോമകരമായൊരു കാര്യമാണെന്നും ആ തകർക്കപ്പെട്ടത് ഇന്ത്യയെ തന്നെയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ, മതേതര പാർട്ടി എന്ന നിലയിൽ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു വോട്ട് പോലും കോൺഗ്രസിന് നഷ്ടമാകാനും പോകുന്നില്ല, ഒരു വോട്ട് പോലും കൂടുതൽ കിട്ടാനും പോകുന്നില്ല. ഇതാണ് എൻ്റെ വിലയിരുത്തൽ. സ്മൃതി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഇല്ല, കൂടുതലായൊന്നും പറയാനില്ല. ഇതിലൊരു വിമർശനം പറയുന്നത് ഇപ്പോൾ CPM ഉറച്ച നിലപാടെടുത്തിരിക്കുന്നു. വളരെ പെട്ടെന്ന് CPM എല്ലാ കാലത്തും ഉള്ള നിലപാട് തന്നെയാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട. പക്ഷേ കേരളത്തിന്റെ സാഹചര്യത്തിൽ അത് CPM ഗുണം ചെയ്യുന്നത് കൊണ്ട് അത് ആ രൂപത്തിൽ ഉപയോഗിക്കുന്നു. മറിച്ച് രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് എന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞിട്ടുള്ളത് സീതാറാം യെച്ചൂരി. രാഷ്ട്രീയമായി ഇവിടെ ന്യൂനപക്ഷത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നു, പല കാര്യങ്ങളിലും പിന്നാക്കം പോയിക്കൊണ്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്, അവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എന്നുള്ള മറു ചോദ്യവും ഉയരുന്നുണ്ട്. പക്ഷേ ഇതൊരു വലിയ പ്ലാറ്റ്ഫോമിൽ ആലോചിക്കേണ്ട മാത്രമല്ല വിഷയം ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പിന്നീട് ഉയർത്തിക്കാട്ടാൻ CPM ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിമർശനത്തെ എടുക്കുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അത് പറയാനും പാടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ വിമർശകർ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കേണ്ടതാണ്. എനിക്കിത് ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ മെജോറിറ്റി എന്നുള്ളത് ഏതൊരു പാർലമെന്ററി ജനാധിപത്യത്തിലും ആരോഗ്യകരമായ ഒരു ഘടകമാണ് എന്ന് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ പൊളിറ്റിക്കൽ മെജോറിറ്റി അട്ടിമറിച്ചുകൊണ്ട് റിലീജിയസ് മെജോറിറ്റി രാഷ്ട്രീയാധികാരം സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ ജനാധിപത്യം എന്നുള്ളത് എന്നേക്കുമായി ഇല്ലാതാകും എന്നുള്ളതാണ്. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും ബാധിച്ചത്. കാരണം റിലീജിയസ് മെജോറിറ്റേറിയനിസമാണ് യഥാർത്ഥത്തിൽ ആ സുപ്രീം കോടതി വിധിയിൽ നമ്മൾ കാണുന്നത്. അത് മതപരമായ ഒരു മെജോറിറ്റേറിയനിസമാണ്. മതപരമായ ഭൂരിപക്ഷം എന്ന ഒരു രാഷ്ട്രീയമായ ആശയമായി മാറുന്നുണ്ടോ അന്ന് അവിടെ ജനാധിപത്യം ഇല്ലാതാകുന്നതിൻ്റെ തെളിവാണ് നമ്മൾ കണ്ടതുപോലെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഈ രാം ജന്മഭൂമിയുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന വിഷയം ഞാൻ അപകടകരമായി കാണുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ അതിൻ്റെ ഒരു പകുതി ഭാഗം പറഞ്ഞു വെച്ചു. അതിന് തുടർച്ചയെന്ന വണ്ണം BJPക്ക് ഇനി ഹിന്ദുത്വം എന്ന് പറയേണ്ടതില്ല എന്നതുപോലെ ഹിന്ദുത്വം എന്ന ആശയത്തിന് ഇനി ഒരു സ്റ്റേറ്റിൻ്റെ സ്പോൺസർഷിപ്പോ ആവശ്യമില്ല. അത് സമൂഹം ഉടനടി സ്വായത്തമാക്കിയിരിക്കുന്ന ഒരു സാമൂഹിക ജീവിത രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. കടലിന് എങ്ങനെയാണോ ഉപ്പുവെള്ളം കടലിൻ്റെ സ്വാഭാവികമായ രസമാകുന്നത്,
അതുപോലെ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ഭൂരിപക്ഷം എന്നുള്ളത് മതപരമായ ഭൂരിപക്ഷമായി നിർഭാഗ്യവശാൽ പരിണമിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് എന്നേക്കുമായി അങ്ങനെ നിൽക്കുമെന്നൊരു നിരീക്ഷണമൊന്നും എനിക്കില്ല. പക്ഷേ ഇതൊരു സന്ദിഗ്ധ ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭൂരിപക്ഷത്തിന് മതപരമായ ഭൂരിപക്ഷം എന്ന ഒരു കൊണോട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിനെ ഇനി ഒരിക്കലും കോൺഗ്രസിന് ആ പ്ലാറ്റ്ഫോമിലേക്ക് BJPയുടെ ക്രീസിൽ BJPയുടെ വേഷത്തിൽ നിങ്ങൾക്ക് ഒരു ഗെയിനും ഉണ്ടാക്കുക സാധ്യമല്ല. അത് തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കണ്ടു. ഉപ്പിനോളം പോരില്ല ഉപ്പിലിട്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപ്പൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉപ്പിലിടാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന് രാഷ്ട്രീയമായ ഒരു പക്ഷേ തിരിച്ചടി മാത്രമല്ല, ഇന്ത്യ എന്ന ഒരു മതേതര ജനാധിപത്യ രാജ്യം ഭാവിയിലെങ്കിലും ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ അതൊരു വലിയ തിരിച്ചടി കൂടിയായി തീരും. അതുകൊണ്ട് രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ മതപരമായ ഭൂരിപക്ഷത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് കോൺഗ്രസ് സാന്നിധ്യം അറിയിക്കരുത് എന്ന് തന്നെയാണ് ഒരിക്കൽ കൂടി എനിക്ക് ഈ കാര്യത്തിൽ ആവർത്തിക്കാനുള്ളത്. അതാണൊരു പ്രധാനപ്പെട്ട ഒരു തിയറിറ്റിക്കലായിട്ടുള്ള ചോദ്യമായി നിൽക്കുന്നത്. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം അത് 2026 തിരഞ്ഞെടുപ്പിൽ 2024 തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അതൊരു തരംഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാസ്തവമാണ് മനസ്സിലാക്കേണ്ടത്. അതിന് പകരം ഒരു കൗണ്ടർ നരേറ്റീവ് ഉണ്ടാക്കാൻ ഭാരത് ന്യായ യാത്ര, നമ്മൾ അടുത്ത വിഷയം എടുക്കുന്നതാണ്, ആ ഭാരത് ന്യായ യാത്ര അടക്കമുള്ള വിഷയങ്ങളിലൂടെ കോൺഗ്രസിന് ശ്രമിക്കണം. നിങ്ങൾ ആ ഉപ്പിന് പിന്നാലെ പോകരുത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. നോക്ക്, ഇന്നിപ്പോൾ സുന്നികളുടെ പത്രം എഴുതിയ ഒരു മുഖപ്രസംഗമുണ്ട്. ആ പാർട്ടിയിൽ, അതായത് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ച ലക്ഷക്കണക്കിന് ദളിതുകളും മതന്യൂനപക്ഷങ്ങളും സംരക്ഷിക്കുമെന്നുറപ്പുള്ള രാഷ്ട്രീയ ബദലുകളിലേക്ക് ചേർക്കേറും എന്ന് വെച്ചാൽ സംരക്ഷിക്കുമെന്നുറപ്പുള്ള രാഷ്ട്രീയ ബദലുകൾ. ഞാനിതിനെ ഒരു പ്രാദേശിക വിഷയമായി കാണാനോ ഒരു മുസ്ലിം ഹിന്ദു വിഷയമായി കാണാനോ തയ്യാറേ അല്ല. ഈ വിഷയം അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നേയില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ആഘാതം എവിടെയാണ് എന്നുള്ളതാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എന്നെ വലിയ നിലയിൽ ആശങ്കയിലാത്തുന്നത്. ഇത് നമ്മൾ സാധാരണഗതിയിലെ ഒരു BJPയുടെ ഒരു നയസമീപനത്തിൽ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ആശങ്ക പോലും അല്ല. നാളെ എൻ്റെ അടുത്ത തലമുറയെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് വലിയ വിഷയമാണ്. അവിടെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ സാന്നിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നോക്കൂ, ഈ സമീപകാലത്ത് കോടതികളിലൂടെ വന്നിട്ടുള്ള വിധികളെ എങ്ങനെയാണ് BJP ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ കാര്യം നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ. രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ വായിച്ചതാണല്ലേ ആ വിധിന്യായം. ആ വിധിന്യായത്തിൽ ഒരു ജഡ്ജിക്ക് ഒപ്പിടാൻ കഴിയുന്നില്ല. ആ നിലയിൽ കുറ്റബോധത്തോടു കൂടിയാണ് ആ വിധിന്യായം രാജ്യത്തിന് സമ്മാനിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതൊരു മെജോറിറ്റേറിയൻ റൂൾ എന്നുള്ള നിലയിലാണ് ഈ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നതെന്ന് സുപ്രീം കോടതി എന്ന ജുഡീഷ്യറി എന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിന് തിരിച്ചറിവും അതിനനുസരിച്ചുള്ള ഒരു വിധി എഴുതുകയും അവരെ പോയി വൈൻ കുടിക്കാൻ പോവുകയും ചെയ്യുകയാണ് അന്നുണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ. അപ്പോൾ ആ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നു. അത് അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% മുകളിൽ BJPക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടി ആ പ്രതിഷ്ഠ നടത്തുന്നത് ആരാണ്? നരേന്ദ്രമോദി എന്ന BJPയുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഊഹിക്കാവുന്ന ഒരു കാര്യമുണ്ട്, അനുമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദി കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രതിഷ്ഠയുമായി പോകുന്ന ഒരു 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 നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ടെലിവിഷൻ ലൈവ് സംപ്രേഷണം ഉണ്ടല്ലോ, ആ ദൃശ്യം എൻ്റെ കൺമുന്നിൽ, എൻ്റെ ഈ കണ്ണിൻ്റെ മുന്നിൽ ഇപ്പോഴുണ്ട്. അതെനിക്ക് 22-ാം തീയതി വരെ കാത്തിരിക്കണ്ട. അപ്പോൾ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിന്ദുത്വ പ്രതിഷ്ഠ നിർവഹിക്കുന്നത് നരേന്ദ്രമോദി ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാമക്ഷേത്രം നിർമ്മാണം എങ്ങനെയാണോ കോടതിയിലൂടെ നടത്തിയെടുക്കാൻ കഴിയുക അത് സാധ്യമാക്കിയിരിക്കുന്നു. നോക്കൂ, ഈ സമീപകാലത്ത് വന്നിട്ടുള്ള മറ്റൊരു വിധിയാണ് 370 ജുബയുടെ പോക്കറ്റിൽ നിന്നും കടലാസ് എടുത്ത് അമിത്ഷാ വായിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, നമ്മളതിനെ കോടതിയിൽ ചോദ്യം ചെയ്തു. പകരം എന്താ സംഭവിച്ചിട്ടുള്ളത്? ഫെഡറലിസത്തെ തന്നെ ഫെഡറലിസം എന്ന് പറയുന്ന സമ്പ്രദായം യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ അജണ്ടയിലില്ല. ഒരൊറ്റ രാഷ്ട്രം എന്നുള്ളതാണ്, ഒരു പ്രസിഡൻറ്റിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഒരൊറ്റ രാഷ്ട്രം എന്നുള്ളതാണ്. ഇപ്പോൾ 370 കോടതിയിലെത്തിയപ്പോൾ കോടതി ചെയ്തു കൊടുത്തത് എന്താണ്? ഇന്ത്യ യൂണിയൻ ടെറിട്ടറീസ് എന്ന നിലയിലേക്ക് ആക്കി കൊടുത്തിരിക്കുന്നു. നാളെ നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തെ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കിയാൽ ആരും ചോദിക്കാനും പറയാനില്ല. നമ്മൾ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കോടതിയിലേക്കാണ് പോകേണ്ടത്, സുപ്രീം കോടതിയിലേക്കാണ് പോകേണ്ടത്. ആ സുപ്രീം കോടതി ആ വിഷയം പരിഗണിക്കാതെ വിട്ടിരിക്കുന്നു, അടുത്ത ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നു. മറ്റൊരു യുക്തമായ വിഷയം വരുന്നത് വരെ, അതായത് കേരളത്തെ യൂണിയൻ ടെറിട്ടറി ആക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് അത് പരിശോധിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് മാത്രമല്ല, നിലവിൽ 370
370 പ്രയോഗിച്ച് ജമ്മു കശ്മീർ എന്ന ഒരു പൂർണ്ണ സംസ്ഥാനത്തെ യൂണിയൻ ടെറിട്ടറി ആക്കി വിഭജിച്ചതിനെക്കുറിച്ച് സുപ്രീം കോടതി തെറ്റായ വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത തവണ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്കിനി ആകെ ബാക്കിയുള്ളത് ഏറ്റവും കുറഞ്ഞത് ഭരണഘടനയിൽ പറയാനെങ്കിലും മതേതരത്വവും ജനാധിപത്യവും ഉണ്ട്. ഇനി കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇവർ പരിഷ്കരിക്കുമെന്നേ. ഇതിനേക്കാൾ വലിയ കേശവാനന്ദ ഭാരതി ജഡ്ജിമെൻ്റ് എഴുതിയിട്ടുള്ള വിശാല ബെഞ്ചിനേക്കാൾ വലിയൊരു ജഡ്ജിമെൻ്റാണ് വരാൻ പോകുന്നത്. വലിയൊരു ഒരു ബെഞ്ചാണ് വരാൻ പോകുന്നത്. അതിലേക്ക് രാജ്യം എത്തിക്കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറുന്നു എന്നുള്ള അപകടകരമായ സാഹചര്യത്തിലേക്ക് നോക്കൂ. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു 5% വോട്ട് കുറഞ്ഞേക്കാം. പക്ഷെ നിങ്ങൾ നിലപാട് പറയാത്തത് 370 നമ്മൾ കണ്ടു. നിങ്ങൾ നിലപാട് പറയാത്തത് രാമജന്മഭൂമി ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നിങ്ങൾ കേശവാനന്ദ ഭാരതിക്കാണോ കാത്തു നിൽക്കുന്നത്? അതായത് ജനാധിപത്യവും മതേതരത്വവും എടുത്ത് കളയുന്ന കാലഘട്ടത്തിലേക്കാണോ കാത്തു നിൽക്കുന്നത്? ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു ഈ രാജ്യത്തെ 140 ജനകോടികളിൽ ഒരാൾ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പമുണ്ട്. നമുക്കതിനു വേണ്ടി നമുക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിന് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. നമ്മുടെ തന്നെ അനുഭവമാണത്. ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ വരാനിരിക്കുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്നതാണ് എൻ്റെ മുന്നിലുള്ളത്. അതേക്കുറിച്ച് അഭിപ്രായം പറയാൻ ഈ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല എങ്കിൽ, ഈ അപകടം ചൂണ്ടിക്കാണിക്കാനെങ്കിലും ഈ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നതെങ്കിൽ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ചരിത്രപരമായ മണ്ടത്തരമായിരിക്കും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ഒരു പോയിന്റും കൂടി ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഈ വിധി വരുന്നുവോ? 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയോ ഫ്രണ്ട് പേജിലുള്ള എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: റിപ്പബ്ലിക് മിസ്മിർച്ചിഡ് എന്നായിരുന്നു. അതായത് റിപ്പബ്ലിക് കളങ്കപ്പെട്ടു എന്നതായിരുന്നു. സമാനമായ രീതിയിൽ വളരെ അഗ്രസീവായ ഒരു ക്യാപ്ഷൻ ടെലിഗ്രാഫ് കഴിഞ്ഞ ഈ ശിലാന്യാസവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ദ ഗോഡ് ദാറ്റ് വി ഫെയിൽഡ് എന്നാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയാകുന്ന ദൈവത്തെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു വാചകമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടി ബാധകമായിട്ടുള്ളൊരു വാചകമാണ്: രാജ ആൻഡ് ഋഷി ആർ നോട്ട് സെപ്പറേറ്റ്. രാജാവും ഋഷിയും സെപ്പറേറ്റ് അല്ല ഇനി മുതൽ ഈ റിപ്പബ്ലിക്കിൽ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നേരത്തെ സ്മൃതി പറഞ്ഞ ആ ഹിന്ദുത്വ പ്രതിഷ്ഠയുടെ ഒരു ഹൈന്ദവ രാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനത്തിൻ്റെ ദിനമാണ് ഈ രാം ജന്മഭൂമി ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ അതും മറ്റൊരു തുടക്കമാണ് എന്ന് മാത്രം പറയട്ടെ. ഞാനിതിനെ വിശേഷിപ്പിക്കുക കോൺഗ്രസ് പങ്കെടുത്താൽ ഇതൊരു ഡെമോക്രാറ്റിക് ബ്ലണ്ടർ എന്നതായിരിക്കും. അപ്പോൾ കോൺഗ്രസ് പങ്കെടുക്കാമോ എന്ന ചോദ്യത്തിന് നമ്മൾ ഇപ്പോൾ 4 പേരേ ഉള്ളൂ. 4 പേർക്കും ഏകാഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നേരിട്ട് വിധിയിലേക്ക് പോകുന്നില്ല. Meet the editors.